വാർത്തകൾ വിശദമായി നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് കാൽ വഴുതി വീണ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ഉമാ തോമസിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. പുറത്ത് രക്തം വാർന്ന നിലയിലായിരുന്നു ഉമാ തോമസിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്തായാലും ആംബുലൻസിൽ അല്ലെങ്കിൽ ഉമാ തോമസിനെ കൊണ്ടുപോയ ആംബുലൻസിൽ ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറുടെ വിവരങ്ങളനുസരിച്ച് അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് തീർച്ചയായും വലിയ രീതിയിൽ രക്തം ധാരാളം പോയിട്ടുണ്ട്. ഇന്റേണലി അല്ലെങ്കിൽ അകത്ത് രക്തസ്രാവം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല. എന്തായാലും ഒരു CT സ്കാനിന് ശേഷം മാത്രമേ അത് കൃത്യമായി വിലയിരുത്താനാകൂ. എന്നിട്ട് ശേഷം മാത്രമേ എത്തരത്തിലായിരിക്കും ആരോഗ്യനില മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇനി ആരോഗ്യനില മികച്ച രീതിയിൽ പഴയ പോലെ തന്നെ പഴയ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ളത് തീർച്ചയായും ഒരു CT സ്കാനിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. ഉള്ളിൽ രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് നില അതീവ ഗുരുതരമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം കാര്യങ്ങളെല്ലാം നീങ്ങും. എന്തായാലും ഒരു 6:30യോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു നൃത്തസന്ധ്യ നടക്കുന്നുണ്ട്. ആ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ എത്തിയതായിരുന്നു തൃക്കാക്കര MLA ഉമാ തോമസ്. ആ പരിപാടിക്കിടയിൽ VIP-കൾക്കായിട്ട് പ്രത്യേകമായി താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു സൗകര്യം താൽക്കാലികമായി ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നു. ആ ഒരു സജ്ജീകരണത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് മുൻപോട്ട് വീഴുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. 20 അടി താഴ്ചയിലേക്കാണ് MLA വീണത്. എന്തായാലും താഴെ വീണ് അതിനുശേഷം തല ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ തല ഇടിച്ച ശേഷമാണ് അല്ലെങ്കിൽ ആ ഒരു തല ഇടിച്ചത് കൊണ്ടാണ് കൂടുതൽ രക്തം തലയിൽ നിന്നും പൊട്ടി ഒലിക്കുന്നൊരു സാഹചര്യത്തിലേക്കെല്ലാം എത്തിയത്. വലിയ രീതിയിൽ രക്തം വാർന്നൊഴുകുകയായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ഇതിന് പിന്നാലെ തന്നെ MLAയുടെ കൂടെയുള്ള മറ്റ് ആളുകൾ കൂടി MLAയ്ക്കൊപ്പം അനുഗമിച്ചു. എന്തായാലും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഉള്ളിൽ രക്തസ്രാവം ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. കാരണം അത്തരത്തിലൊരു രക്തസ്രാവം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് MLAയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം കടക്കും. എന്തായാലും ഈ ഒരു സംഭവം അതീവ ദാരുണം എന്ന് തന്നെ പറയാൻ സാധിക്കൂ. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതെല്ലാം എന്തായാലും വ്യക്തമായിട്ടുള്ള അവിടെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ ക്രമീകരണത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കക്കുഴപ്പോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഇനി പിന്നീടാണ് നമുക്ക് എന്തായാലും നോക്കേണ്ടത്. എന്തായാലും ഏറ്റവും പ്രധാനം MLAയുടെ ആരോഗ്യസ്ഥിതി പഴയ രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ശ്രമങ്ങളെല്ലാം ഡോക്ടർമാർ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി എന്തായാലും ഇപ്പോൾ നിലവിൽ നൃത്ത പരിപാടി ഒന്ന് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും തുടങ്ങിയിട്ടില്ല. എന്തായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡെല്ലാം ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു മൃദംഗനാഥം നൃത്തസന്ധ്യയുടെ ഭാഗമായിട്ടാണ് MLA അവിടെ ചെന്നിരുന്നത്. എന്തായാലും ആ ഒരു അപകടം അവിടുത്തെ എല്ലാവരെയും ഏറെ നേരം സ്തബ്ധരാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു വീഴ്ച നടന്നതിന് ശേഷം എല്ലാവരും ഒരു അല്പനേരത്തേക്ക് സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. അതിനുശേഷം MLA എടുത്തുകൊണ്ട് പിന്നീട് ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയും ആംബുലൻസിലുള്ള ഒരു ഡോക്ടർ പ്രാഥമികമായി ആദ്യം പരിശോധിച്ചിരുന്നു. ആ ഒരു പരിശോധനയിലാണ് ആ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക, അതുതന്നെയാണ് വേണ്ടത്. കാരണം പുറത്ത് ധാരാളം അല്ലെങ്കിൽ പുറത്തേക്ക് രക്തം വലിയ രീതിയിൽ വാർന്നൊഴുകിയിട്ടുണ്ട്. അല്ലെങ്കിൽ മുഖം മുഴുവൻ രക്തത്താൽ മൂടപ്പെട്ടൊരു അവസ്ഥയിലായിരുന്നു. അത്രയധികം രക്തമാണ് ഈ ഒരു വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അറിയേണ്ടത് ഉള്ളിൽ രക്തസ്രാവം ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതൊരു CT സ്കാനിന് ശേഷം മാത്രമേ കൃത്യമായി അറിയാൻ സാധിക്കൂ. ആ ഒരു CT സ്കാനിന് ശേഷം ഉള്ളിൽ രക്തസ്രാവം ഉണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികളെല്ലാം കൃത്യമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ MLAയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ആതിര, കാളിദാസൻ, ഏത് ആശുപത്രിയിലാണ് MLA പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെടുന്നുണ്ടോ? അധികൃതർ എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഈ ഒരു അപകടം നടന്നതിന് ശേഷം തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്കാണ് MLAയെ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ സ്ഥിതിഗതികൾ എന്തായാലും നമുക്ക് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ചികിത്സയിലാണ്, അതീവ ഗുരുതരമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കൂ. പരിശോധിക്കുന്ന ഡോക്ടർമാർക്കും ഇതിനെ സംബന്ധിച്ച് നിരവധി പരിമിതികളുണ്ട്. ഏറ്റവും പ്രധാനം എന്നുള്ളത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു ജീവൻ രക്ഷിച്ചതിന് ശേഷം
ശേഷം മാത്രമേ ഉള്ളിൽ ഇവരെ പരിശോധിച്ച അല്ലെങ്കിൽ MLA പരിശോധിച്ച ഡോക്ടർമാർക്കും എന്തെങ്കിലും ഒരു വിവരം തരാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം ഇത്തരത്തിലൊരു വിവരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ആരോഗ്യസ്ഥിതി MLAയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണ നിയന്ത്രണ വിധേയമാകുക അല്ലെങ്കിൽ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മരുന്നുകൾ നൽകുക, അതിന് കൃത്യമായ ചികിത്സ നൽകുക എന്നുള്ള കുറേ ഉത്തരവാദിത്തങ്ങൾ കൂടി ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. നമുക്കാകെ ലഭിച്ച പ്രതികരണം എന്ന് പറയുന്നത് ആംബുലൻസിൽ ഉമാ തോമസ് MLA കൊണ്ടുപോയ ആംബുലൻസിൽ ഒപ്പം ഉണ്ടായിരുന്ന ഡോക്ടറുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കാക്കിയിരിക്കുന്നത്. ഇനിയും ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ പ്രതികരണമെല്ലാം ഈ ഒരു ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി ഭേദമായി അല്ലെങ്കിൽ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയ ശേഷം മാത്രമേ ആ ഡോക്ടർമാരും അല്ലെങ്കിൽ ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരും പ്രതികരിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ചില വ്യക്തതകളാണ് ലഭിക്കാനുള്ളത്. അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടോ എന്നുള്ള കുറേ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ആതിര. ശരി, കാളിദാസൻ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് കാൽ വഴുതി വീണ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ഉമാ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.